ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂഫിയാക്കളെ ലോകം. പണ്ട് യമനിലുള്ള കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട അബുൽ ഖൈസ് ബിൻ ജമീൽ ഖദ്ദസല്ലാഹു റൂഹഹു വനവ്വറ റീഹഹു വനഫഅനാ വൽ മുസ്ലിമീന ബിബറകതിഹി മഹാനരെ കാണാൻ വേണ്ടി ചെന്നു. യംതഹിനൂനഹു ചെറിയ വിഷയിൻ എന്തോ ഒരു വിഷയത്തിൽ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം മൂപ്പര് സൂഫിയാണ്. മൂപ്പരെ ചില സംസാരങ്ങളൊക്കെ ഇവർക്ക് എന്തൊക്കെയോ തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ അവർ മഹാനരുടെ അടുത്തെത്തിയപ്പോൾ മൂപ്പര് പറഞ്ഞു, മർഹബാ ബി അബീദി അബ്ദി, എൻ്റെ അടിമയുടെ അടിമകൾക്ക് സ്വാഗതം, മംഗളം. ഇത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഇടങ്ങാറായി. എന്താ ഇപ്പം നമ്മൾ എത്ര ചെറുതാക്കി? എൻ്റെ അടിമൻ്റെ അടിമകൾ എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ടെൻഷനായി. പിന്നീട് ഇവർ ബഹുമാനപ്പെട്ട ആരെ കണ്ടു? അൽ ഫഖീഹുൽ ആലിമുൽ ആരിഫു ബില്ലാഹി അബു ദബീഹ് ഇസ്മായിൽ ബിൻ മുഹമ്മദിനിൽ ഹലറമി മഹാനരെ കണ്ടു. വലിയ മഹാനാ. മൂപ്പരെ കണ്ടു. മൂപ്പരെ കണ്ട് മൂപ്പരോട് വിഷയം പറഞ്ഞു. അപ്പോൾ ഫലഹിക്ക, മൂപ്പര് ചിരിച്ചു. വഖാല, മഹാൻ പറഞ്ഞു, സ്വദഖ, മൂപ്പര് പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം അൻതും അബ്ദുൽ ഹവ, നിങ്ങൾ ഹവയുടെ അടിമകളല്ലേ. വൽ ഹവ അബ്ദുഹു, ഹവയാണെങ്കിലോ ആ മഹാനായ ഷെയ്ഖിൻ്റെ അടിമയുമാണ്. മാഷാ അല്ലാഹ്, എന്ത് വർത്താനാണ്! ഇവരെ കണ്ടപ്പോൾ മഹാൻ എന്താ പറഞ്ഞത്? എൻ്റെ അടിമയുടെ അടിമകൾക്ക് മംഗളം, സ്വാഗതം. മൂപ്പരടിമാരാ? ഹവ. ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മൂപ്പരടിമയായി മാറി. അപ്പം പിന്നെ മൂപ്പര് ആര്? മൂപ്പര് പറഞ്ഞാൽ അബുൽ ഖൈസ് ഇബ്നു ജമീൽ റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് വിധേയപ്പെട്ടു മൂപ്പര ആഗ്രഹങ്ങൾ. അങ്ങനെ ആവണം. നമ്മൾ ദേഹേച്ഛയുടെ അടിമകളായി മാറരുത്. ദേഹേച്ഛയെ നമ്മൾ അടിമകളാക്കി മാറ്റണം. ഇന്നെന്താ കാര്യം? അല്ലെങ്കിൽ നഫ്സ് എപ്പോഴും, ദേഹം എപ്പോഴും തോന്നിവാസങ്ങളെ കൊണ്ടാണ് നഫ്സ് കൽപ്പിക്കുക. ദേഹത്തിൻ്റെ നഫ്സിൻ്റെ ആഗ്രഹങ്ങൾ, അതിനൊപ്പം നിന്നുകൊടുക്കുക, അതിനെതിരാവണം. എന്നിട്ടോ ഹവ നമ്മളെ അടിമയാക്കാൻ സമ്മതിക്കാതെ നമ്മൾ ഹവനെ അടിമയാക്കണം. ബഹുമാനപ്പെട്ട അബുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹവയെ പിടിച്ചിട്ട് അടിമയാക്കി. ആ മൂപ്പരെ അടിമയായി. അപ്പം എൻ്റെ അടിമയുടെ അടിമകൾ നിങ്ങൾ പറഞ്ഞാൽ ആ ബന്നോല് ഹവയുടെ അടിമകളാണ്. ഹവക്കൊപ്പി ജീവിക്കുന്ന ആളുകളാണ്. അപ്പം എന്തായിപ്പോൾ? എൻ്റെ അടിമ ഹവ, ആ ഹവയുടെ അടിമകളല്ലേ നിങ്ങൾ? മാഷാ അല്ലാഹ്, എന്ത് അർത്ഥവത്തായ വർത്താന! അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, സൂഫിയാക്കൽ എന്തെങ്കിലും സംഗതികൾ പറയുമ്പോൾ പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ സംസാരിക്കാൻ പോകരുത്. വലിയ മഹാന്മാരൊക്കെ തെറ്റിദ്ധരിക്കുകയോ അവരെ മോശപ്പെട്ട വർത്തമാനം പറയുന്നത് ആക്കിബത്ത് മോശവും നമ്മൾ ചില കിതാബിലൊക്കെ കാണും. അപ്പോൾ അല്ലാഹു തആല നമ്മൾ സൂഫിയാക്കളെ കഥ പറയുമ്പോൾ
ഔലിയാക്കന്മാരെ കഥ പറയുമ്പോൾ ആ കഥ പറഞ്ഞ് പോയ പറ എന്തുകൊണ്ട് അവരിങ്ങനെയൊക്കെ ആയി, എന്തുകൊണ്ട് ഇങ്ങനെയായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്ത് ജീവിച്ചു അല്ലേ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ അനുഗമിക്കുക. എന്നെന്ന് പറഞ്ഞാൽ തു ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ യുഹ്ബിബുകുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായി? അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളായി മാറണം. അപ്പോൾ 100% ശരീഅത്തനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മളെന്തായി മാറണം? സൂഫിയായി മാറണം. അള്ളാഹു നമ്മളൊക്കെ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ, ആക്കിബത്ത് നന്നാക്കി തരട്ടെ, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ.